السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله. أما بعد، قال الله سبحانه وتعالى في القرآن المجيد: ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. صدق الله العظيم. وقال نبينا محمد صلى الله عليه وسلم: لعل الله اطلع على أهل بدر فقال لهم اعملوا ما شئتم فقد وجبت لكم الجنة أو فقد غفرت لكم. صدق رسول الله. هم جند فضل وإحسان ومكرمة، هم شيدوا ملة المختار من مضراء. هم الرجال بلا هم الجبال بلا كالدهر في همة بل سادة كبراء. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദി ഔവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദാ, ബദറിലും ബദർലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളും നമ്മൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും മറ്റ് ദാനധർമ്മങ്ങളെല്ലാം അള്ളാഹു ഈ റമദാനു ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുത്തഖീങ്ങളിലും അവന്റെ സ്വാലിഹീങ്ങളിലും അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. പരിശുദ്ധമായ റമദാൻ മാസം കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടികളാണ് അമ്പിയാക്കന്മാർ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനാർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അചഞ്ചലമായ തൗഹീദിന്റെ കലിമത്ത് ഈ ലോകത്ത് വിളംബരം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഈ ദുനിയാവിലേക്ക് അയച്ച, പ്രബോധനത്തിന് വേണ്ടി അയച്ച പരിശുദ്ധാത്മാക്കളാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ. അവരാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവർ. ആ അൻബിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാണ് 313 മുർസലീങ്ങൾ.
ആ 313 മുർസലീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സ്ഥാനം നൽകി ആദരിച്ചവരാണ് പരിശുദ്ധമായ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാർ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരേക്കും ഉള്ള 25 പ്രവാചകന്മാർ വളരെ ശ്രേഷ്ഠമുള്ള പ്രവാചകന്മാരാണ്. ഒന്നും കൂടി നമ്മൾ എടുത്തു പറഞ്ഞാൽ ആ 25 പ്രവാചകന്മാരിൽ നിന്നും അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്നേഹത്തിന് പാത്രമായവർ, അള്ളാഹു പ്രത്യേകമായ പരിഗണന നൽകിയവർ, വലിയ സ്ഥാനം ഉള്ളവർ, ഏറ്റവും മഹത്വമുള്ള പ്രവാചകന്മാർ 5 ഉലുൽ അസ്മീങ്ങളാണ്. ഉലുൽ അസ്മീങ്ങൾ എന്ന് പറയപ്പെടുന്ന 5 പ്രവാചകന്മാർ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരുടെ പേര് കാണാതെ പഠിക്കൽ നിർബന്ധമാണ്. 25 പ്രവാചകന്മാരുടെ പേര് മാത്രമല്ല, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബയോഡാറ്റ അത് നമ്മൾ പഠിക്കണം. റസൂലുള്ള ജനിച്ചത് എവിടെ, റസൂലുള്ളാന്റെ വഫാത്ത് എവിടെ, റസൂലുള്ളാന്റെ ഭാര്യമാര് എത്ര പേരാണ്, അവരുടെ പേരുകൾ, റസൂലുള്ളാന്റെ 7 മക്കളുടെ പേരുകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതിന്റെ കൂട്ടത്തിൽ 10 മലക്കുകളെ കുറിച്ച് പഠിക്കണം. കോടാനു മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ അല്ലാഹു പ്രത്യേകം ശ്രേഷ്ഠമാക്കിയ 10 മലക്കുകളാണ് ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ, മുൻകർ, നക്കീർ, റഖീബ്, അതീദ്, റിദ്വാൻ അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം എന്ന് തുടങ്ങുന്ന 10 മലക്കുകളുടെ പേര് ഒരു മുഅ്മിനായ മനുഷ്യൻ കാണാതെ പഠിക്കണം. ആ 10 മലക്കുകളുടെ പേര് മാത്രമല്ല, അവരുടെ ചുമതലയും പഠിക്കണം. പണ്ട് മദ്രസകളിലൊക്കെ നമ്മൾ പഠിച്ചവരാണ് അല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം മുർസലീങ്ങൾക്ക് വഹി അറിയിച്ചു കൊടുക്കുന്ന ചുമതല, മീകായിൽ നബി അലൈഹിസ്സലാം മഴ, ഇടി, കാറ്റ്, മിന്നൽ എന്നിവയുടെ ചുമതല, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുന്ന ചുമതല, അസ്റായിൽ അലൈഹിസ്സലാം ലോക സൃഷ്ടികളുടെ റൂഹ് പിടിക്കുന്ന ചുമതല, മുൻകർ, നക്കീർ അലൈഹിസ്സലാം ഖബറിൽ ചോദ്യം ചോദിക്കുന്ന മലക്കുകളാണ്, റഖീബ്, അതീദ് അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ ഇടത്തും വലത്തും നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ, റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗ്ഗത്തെ കാക്കുന്ന മലക്ക്, മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരൻ. ഇങ്ങനെ മദ്രസയിൽ നമ്മൾ എണ്ണി പഠിച്ചവരാണ്. ഇതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം 4 ഗ്രന്ഥങ്ങൾ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. ഈ 4 ഗ്രന്ഥങ്ങൾ അത് ആരുടെ മേലാണ് ഇറങ്ങി എന്നുള്ളത് നമ്മൾ പഠിക്കണം. തൗറാത്ത് മൂസ അബ്റാനി, ഇഞ്ചീൽ ഈസ സുരിയാനി, സബൂർ ദാവൂദ് യൂനാനി, ഖുർആൻ മുഹമ്മദ് അറബാനി. പണ്ട് മദ്രസയിൽ ഉസ്താദ്മാർ നമ്മളിങ്ങനെ പാടി പഠിപ്പിച്ചു തരും. എന്താണ് ഈ പാട്ടിൽ പറയണേന്നറിയോ? ഇതിൽ 4 ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, ആ ഗ്രന്ഥങ്ങളുടെ ഭാഷ പറയുന്നുണ്ട്, ആരുടെ മേലാണ് ഈ ഗ്രന്ഥങ്ങൾ ഇറങ്ങി എന്നും പറയുന്നു. തൗറാത്ത് എന്ന ഗ്രന്ഥം മൂസാ നബിക്ക് അബ്റാനി ഭാഷയിലാണ് ഇറങ്ങിയത്. ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുരിയാനി ഭാഷയിലാണ് ഇറങ്ങിയത്. സബൂർ എന്ന് പറയുന്ന ഗ്രന്ഥം ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് യൂനാനി ഭാഷയിലാണ് ഇറങ്ങിയത്. പരിശുദ്ധമായ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അറബി ഭാഷയിലാണ് ഇറങ്ങിയത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമർ അമ്പിയാക്കന്മാരാണ്. ആ അമ്പിയാക്കന്മാർ 1,24,000-ൽ പരം വരുന്ന അമ്പിയാ മുർസലീങ്ങൾ. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളവരാണ് 313 മുർസലീങ്ങൾ. ആ 313 മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടവരാണ് നമുക്ക് പഠിക്കൽ നിർബന്ധമായ ഖുർആൻ പേരെടുത്ത് ഉദ്ധരിച്ച 25 പ്രവാചകന്മാർ. ആദം നബി അലൈഹിസ്സലാം മുതൽ റസൂലുള്ള വരേക്കും ഉള്ള 25 പ്രവാചകന്മാർ.
ആ 25 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയ മഹത്വം ഉള്ള വലിയ അമ്പിയാക്കന്മാർ, വലിയ സ്ഥാനമുള്ള അമ്പിയാക്കന്മാരാണ് ആര്? ഉലുൽ അസ്മീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പ്രവാചകന്മാർ. ആരൊക്കെയാണത്? അത് മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങിയ 5 പ്രവാചകന്മാർ. ആ 5 പ്രവാചകന്മാരെയാണ് ഉലുൽ അസ്മീങ്ങൾ. അവർക്ക് ഉലുൽ അസ്മീങ്ങൾ എന്ന് പേര് പറയാൻ കാരണമുണ്ട്. കാരണം അല്ലാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ അവർ താങ്ങി, ആ പരീക്ഷണങ്ങൾ സഹിച്ച്, അതെല്ലാം ആ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം അവർ കൊണ്ടു നടന്നു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇഷ്ടം കരസ്ഥമാക്കിയ പ്രവാചകന്മാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള 5 പ്രവാചകന്മാർ. ആ 5 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രവാചകനാണ് ലോകത്തിന്റെ നേതാവ്, മദീനയുടെ രാജാവ്, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രവാചകന്മാർക്കാണ് അല്ലാഹു 1-ാം സ്ഥാനം നൽകിയത്. പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സ്വഹാബാ കിറാമിനാണ്. ആരാണ് സ്വഹാബത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്മിനായ നിലയിൽ, ജീവിതകാലത്ത് മുഅ്മിനായ നിലയിൽ കണ്ണുകൊണ്ട് കണ്ടവർക്കാണ്, മുഅ്മിനായ നിലയിൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചവർക്കാണ് സ്വഹാബത്ത് എന്ന് പറയുക. റസൂലുള്ളാഹിനെ കണ്ടവരാണ്. കാണാത്തവരും സഹാബി തന്നെ. മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, കാരണം കണ്ണിന് കാഴ്ചയില്ല. അപ്പം മുഅ്മിനായ നിലയിൽ റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയവർ, റസൂലുള്ളാഹിന്റെ ജീവിത കാലഘട്ടത്തിൽ മുഅ്മിനായ നിലയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടിയ ഏറ്റവും പരിശ്രേഷ്ഠരായ സൃഷ്ടികളാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും. അപ്പൊ അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ ഇസ്ലാം സ്ഥാനം കൊടുക്കുന്നത് ആർക്കാണ്? സ്വഹാബത്തിന്. നമ്മളവിടെ മനസ്സിലാക്കാണ്ട്, ആ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഹാബത്ത് ആരാണ്? അതാണ് ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനാണ്. ഓരോ സ്വഹാബത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു സഹാബി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. പിന്നെ 2-ാം സ്ഥാനം ഉമർ ഇബ്നുൽ ഖത്താബാണ്, 2-ാം ഖലീഫ. 3-ാം സ്ഥാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്, 3-ാം ഖലീഫ. 4-ാം സ്ഥാനം അലി ഇബ്നു അബീ ത്വാലിബാണ്, 4-ാം ഖലീഫ റളിയല്ലാഹു തആല അൻഹു. അപ്പം അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സ്വഹാബത്തിനാണ്. ഈ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വഹാബികളാണ് ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കൾ. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, ബദരീങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള സ്ഥാനം എന്താണ്, നിങ്ങളുടെ ഇടയിലുള്ള പരിഗണന എന്താണ് ബദരീങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാണ്, ജിബ്രീൽ ഒരിക്കൽ തങ്ങളോടിത് ചോദ്യമായി, ബദരീനെന്താ പദവി നിങ്ങൾക്കിടയിലായി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു ചോദിക്കുന്നു, നബിയേ നിങ്ങളുടെ ഇടയിൽ ബദരീങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ തിരുനബി തങ്ങൾ അരുളുകയാണ്, മുസ്ലിമുകളിൽ അതിശ്രേഷ്ഠമുള്ളവരാണ്, വഹും മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവർ അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായവർ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളാണ് എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കണ്ടോ? ഉടൻ തന്നെ തിരുനബി തങ്ങൾ അരുളുകയാണ്, മുസ്ലിമുകളിൽ അതിശ്രേഷ്ഠമുള്ളവരാണ്. ഇതുപോലെ തന്നെ കോടാനി മലക്കുകൾ ഉണ്ടെങ്കിലും ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ്? ബദറിൽ നിരന്ന മലക്കുകൾക്ക് അതിശ്രേഷ്ഠമാ ഉണ്ടെന്ന് തിരുനബി നമ്മളോടറിയിച്ചതാ. മലക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവർ അത് ബദറിൽ പങ്കെടുത്ത മലക്കുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ബദരീങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ സഹാബത്ത്. ബദരീങ്ങളുടെ പേര് ഉരുവിട്ടാൽ എത്ര വലിയ മഹത്വമാണ്. റമളാൻ 17-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. ബദർ എന്ന് പറഞ്ഞാൽ കേവലം അതൊരു യുദ്ധമല്ല, അതൊരു ധർമ്മ സമരമായിരുന്നു, അതൊരു പ്രതിരോധമായിരുന്നു. അല്ലേ? അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു മുസ്ലിമീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനാർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അചഞ്ചലമായ തൗഹീദ് ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നു, ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വന്നു. എന്നിട്ടും അതിൽ നിന്നും പിന്മാറിയില്ല. 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുമ്പോൾ അവിടുന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹും ഇല്ല. അപ്പോ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നു, ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വന്നു. അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ കർമ്മധീരരായ 313 ധീര സ്വഹാബത്തിന്റെ കഥയാണ് ബദറിന് പറയാനുള്ളത്. ആ ബദർ യുദ്ധം അത് ഒരു വലിയ യുദ്ധമല്ല, അതൊരു ധർമ്മ സമരം, ധർമ്മ പോരാട്ടമായിരുന്നു. ബദർ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ബദരീങ്ങളെ കുറിച്ചുള്ള മഹത്വം. പണ്ട് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ പാടാറുണ്ട്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലം എന്നല്ല, ഇപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ ഓതാറുണ്ട്. അപ്പൊ ബദരീങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അവർക്ക് എത്ര വലിയ സ്ഥാനമാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ അല്ലാഹു അവർക്ക് നൽകിയത്. കാരണം ബദർ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ദുനിയാവിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന വസ്ബത്തൽ കുബ്റാ അവ്വലു മഅരികത്തിൻ മിൻ മആരികിൽ ഇസ്ലാമിൽ ഫാസിലത്തി ബൈനൽ ഹഖ് വൽ ബാതിലി വലൗലാഹു ലമാ കാനൽ ഇസ്ലാം. കണ്ട പണ്ഡിതന്മാർ ധർമ്മസമരമാകുന്ന ബദർ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇന്ന വസ്ബത്തൽ കുബ്റാ പരിശുദ്ധമായ ഇസ്ലാമിലുള്ള ആദ്യത്തെ ധർമ്മസമരമാണ് ബദർ ധർമ്മസമരം, ബദർ പോരാട്ടം. അത് ഹഖിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ വേർതിരിച്ച ഒരു ധർമ്മസമരമായിരുന്നു. എന്താണ് ഹഖ്, എന്താണ് വാസ്തവം, എന്താണ് കള്ളം, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിച്ച ഒരു ദിവസമായിരുന്നു ബദറിന്റെ ദിവസം. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നു, ബദർ ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം ഉണ്ടാകുമായിരുന്നില്ല.
അപ്പോ ബദറിന്റെ വിജയം അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. അല്ലാഹു അല്ലേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാവൽ, അതിനെ സംരക്ഷിക്കും എന്ന് ഏറ്റെടുത്തത് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹ് അല്ലേ. അപ്പോൾ ബദർ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് അത് നിസ്സംശയം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോ ബദരീങ്ങളുടെ പവർ അത് വലുതാണ്. നമ്മൾ ബദരീങ്ങളുടെ പേരൊക്കെ എപ്പോഴും ഉരുവിടണം. എല്ലാ ദിവസവും അസ്മാഉൽ ബദർ നമ്മൾ പറയണം. എന്താ അസ്മാഉൽ ബദർ പറഞ്ഞാലുള്ള ഗുണം? ബദരീങ്ങളെ കുറിച്ച് അവരുടെ ചരിത്രം പറഞ്ഞാലുള്ള ഗുണം എന്താണ്? അടങ്കലും നബിയാർകൾക്കുള്ള ഫിർഔനുൽ അബൂജഹൽ കാക മൊട്ടാമേ അഹ്മദൻ നബി തിരുനാവാൽ ഫിർഔനുൽ അക്ബറണ്ടൂരത്തോനാമേ കൊടിയോനെ കൂലത്തെ ഗസ്വത്തുൽ അളം കുവലായി കേട്ടിടുവോർക്കാമേ കോനവൻ പൊറുക്കും ഏളാണ്ട് പിഴയണ്ട് കൂറിനാറുലമതമേ. ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞാലുള്ള ശ്രേഷ്ഠത എന്താണ്? 7 വർഷത്തെ പാപം പൊറുക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മളോട് പഠിപ്പിക്കുന്നു. ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ 7 വർഷത്തെ പാപം പൊറുക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് കൊടിയോനെ കൂലത്തെ ഗസ്വത്തുൽ അഅ്ളം കുവലായി കേട്ടിടുവോർക്കാമേ കോനവൻ പൊറുക്കും ഏളാണ്ട് പിഴയണ്ട് കൂറിനാറുലമതമേ. അപ്പോ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ വലിയ മഹത്വമാണ്. ഈ ബദർ സീറ പാരായണങ്ങൾ, ബദരിയത്തോതൽ, ബദർ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൽ, ബദരീങ്ങളെ കുറിച്ച് ആയവിറക്കൽ, അവരുടെ കഥ പറയൽ, അവരുടെ ചരിത്രങ്ങൾ പാടി പറയലെല്ലാം സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഉണ്ട്. സ്വഹാബത്ത് ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞതും പാടിയതും എല്ലാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ബാബു ഇഅ്ലാനിൻ നിക്കാഹ് എന്ന് പറയുന്ന ഒരു അധ്യായം, ആ അധ്യായത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹദിയായ റുബയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, എന്റെ കല്യാണ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിലേക്ക് കടന്നു വരുന്നു. ബാബു ഇഅ്ലാനിൻ നിക്കാഹ് എന്ന് പറയുന്ന ഒരു അധ്യായം സ്വഹീഹുൽ ബുഖാരി എന്ന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇഅ്ലാനുൻ നിക്കാഹ് എന്ന് പറഞ്ഞാൽ കല്യാണം പരസ്യപ്പെടുത്തുക എന്നാണ്. കല്യാണമൊക്കെ പരസ്യപ്പെടുത്തണം. 4 ആളുകളെ വിളിച്ചു കൂട്ടി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുക്കുക. കല്യാണ സദ്യയൊക്കെ സുന്നത്തായ സദ്യകളാണ്. കല്യാണത്തിന് വേണ്ടി ആളുകളെയും കുടുംബക്കാരെയും അയൽവാസികളെല്ലാം ഒരുമിച്ച് കൂട്ടി കല്യാണം നടത്തണം. പക്ഷേ ഇന്നത്തെ കല്യാണം പോലെ ആകില്ല. അവിടെ ഹറാമുകൾ കൂടിക്കലരാൻ പാടില്ല, അവിടെ ഹറാമുകൾ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ആ കല്യാണത്തിന്റെ എല്ലാവിധ ബർക്കത്തും അല്ലാഹു ഉയർത്തപ്പെട്ടു പോകും, അല്ലാഹു ഉയർത്തിക്കളയും. അപ്പോ ബാബു ഇഅ്ലാനിൻ നിക്കാഹ് എന്ന് പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. റുബയ്യ ബീബി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കല്യാണത്തിന്റെ ദിവസത്തിന്റെ അന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വഇൻദനാ ജുവൈരിയാത്തുൻ തുഗന്നി ബിദഫിൻ. അതേ കല്യാണ വേളയിൽ ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടി ഇങ്ങനെ പാടുന്നുണ്ട്. എന്താണ് അവർ പാടുന്നത്? ബദറിൽ മരണപ്പെട്ടു പോയ, ബദർ യുദ്ധത്തിൽ, ബദർ രണാങ്കണത്തിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ കുറിച്ച് അവർ ഇങ്ങനെ പാടി പുകഴ്ത്തി പാടി പറയുകയാണ്, ദഫ് മുട്ടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുമ്പോ ബദരീങ്ങളെ കുറിച്ച് പാടി പറയുന്ന ഒരു സദസ്സിലേക്കാണ് റസൂലുള്ളാഹി കടന്നു വരുന്നത്. ബദരീങ്ങളെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന ആ സദസ്സിലേക്ക് നബി തങ്ങൾ വരുന്നത് കണ്ട് ആ ചെറിയ പെൺമക്കൾ ബദരീങ്ങളുടെ നേതാവ് വന്നപ്പോൾ അവർ റസൂലുള്ളാഹിനെ കുറിച്ച് പാടാൻ തുടങ്ങി. ഒരാൾ വന്നാൽ അയാൾക്ക് സ്വാഗതം പറയണം, കാര്യപ്പെട്ട ഒരാൾ വന്നാൽ
എല്ലാരും വരുമ്പോഴല്ലല്ല, കാര്യപ്പെട്ട ഒരാൾ വരുമ്പോ അവർക്ക് സ്വാഗതം പറയണം. അതൊക്കെ ഇസ്ലാമിന്റെ ഇത്തിബാഇകളാണ്. കണ്ടോ, ഒരു കല്യാണ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വന്നപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ബദരി, അവിടെ ആദ്യം ബദരീങ്ങളെ കുറിച്ച് പാടി ദഫ് മുട്ടിക്കൊണ്ടിരിക്കുക ചെറിയ പെൺമക്കൾ. ചെറിയ കുട്ടികളെ കൊണ്ട് ദഫ് മുട്ടിച്ച് പാടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മള് ദഫൊക്കെ മുട്ടി നല്ല ബുറുദ പാരായണമൊക്കെ നമ്മളെ ഉസ്താദുമാരും നിക്കാഹിലും കല്യാണത്തിലൊക്കെ നമ്മൾ പാടലുണ്ട്. അതൊക്കെ സുന്നത്താണ്. ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ അത് കടുത്ത ഹറാമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമുദായം വല്ലാത്തൊരു ദിശയിലേക്കാണ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ പറയുന്നില്ല. ഏതായാലും ആ ദഫ് മുട്ടി പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ബദരീങ്ങളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ആ ചെറിയ കുട്ടികൾ പാടുകയാണ്, റസൂലുള്ളാഹിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടുകയാണ്. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ. നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന പ്രവാചകൻ ഇതാ നമ്മിൽ ഉണ്ടേ എന്നർത്ഥം വരുന്ന ഈരടികൾ ആ ചെറിയ കുട്ടികൾ അങ്ങോട്ട് പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർജിഇ ഇലാ മാ തഖൂലീൻ. ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന്റെ മദ്ഹല്ലേ പാടിക്കൊണ്ടിരുന്നത്, അത് തന്നെ പാടിയാ മതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് കേൾക്കാനാണ് ഇഷ്ടം. കാരണം ബദരീങ്ങളെ കുറിച്ച് പാടുമ്പോൾ ആ ബദർ പാട്ടിൽ ആരും ഉണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകും. ബദരീങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർജിഇ ഇലാ മാ തഖൂലീൻ. ഞാൻ ഇവിടെ വന്നപ്പോൾ ബദരീങ്ങളെ കുറിച്ചല്ലേ നിങ്ങൾ പാടിക്കൊണ്ടിരുന്നത്, അത് തന്നെ നിങ്ങൾ പാടിയാൽ മതി, ഞാൻ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ബദറിന്റെ സദസ്സായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോ മഹാന്മാരെ കുറിച്ച് പറയൽ പുണ്യമുള്ള കാര്യമാണ്, അത് വലിയ ബറക്കത്താണ്. സ്വഹാബത്തിന്റെ എത്ര മാദിഹ്യങ്ങളാണ്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എത്ര മാദിഹ്യങ്ങളാണുള്ളത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി പറയുന്ന എത്ര മാദിഹ്യങ്ങൾ, എത്ര കവികളാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ളത്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കുറിച്ച് വർണ്ണിച്ചതിൽ ഹദ്ദും ഹസ്റുമില്ല. എത്ര ഈരടികളാണ് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്. وأحسن منك لم تر قط عين وأجمل منك لم تلد النساء. റസൂലുള്ളാഹിനെ കുറിച്ച് പാടിയ മഹാനല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എത്ര നല്ല അർത്ഥവത്തായ വരികളാണ് മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടിയത്. ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ ഒരു മിമ്പർ തന്നെ, ഒരു സ്റ്റേജ് തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്ന വലിയൊരു സഹാബിയാണ്. അവിടുന്ന് പാടിയ എത്ര വരികളാണുള്ളത്. വഫീനാ റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫാ ഖുലൂബുനാ ബിഹി മൂഖിനാതുൻ അന്ന മാ ഖാല വാഖിഉ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു നേതാവ് ഞങ്ങൾക്കുണ്ടേ. അന്ധകാരത്തിന്റെ ഇരുളിൽ നിന്നും സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു നേതാവ് ഞങ്ങൾക്കുണ്ടേ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കുറിച്ച് അവിടത്തെ പ്രകീർത്തിച്ച് പാടിയില്ലേ. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കുറിച്ച് പാടിയില്ലേ. ബാനത്തു സുആദു ഫീ ഖൽബി യൗമ മത്ബൂലു എന്ന് തുടങ്ങുന്ന ബാനത്തു സുആദയുടെ ഈരടികൾ റസൂലുള്ളാഹിനെ കുറിച്ച് പാടിയതല്ലേ. അങ്ങനെ എത്ര സ്വഹാബികളാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയത്. മുത്തുനബിയുടെ മദ്ഹ് പാടാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ ഒരു സ്റ്റേജ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. ആ
ഹദീസിന്റെ ശറഹിൽ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുനാ നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹിനെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും സ്വാലിഹീങ്ങളെ കുറിച്ചും പാടി പറയൽ സുന്നത്താണ്. ഇതാണ് അഇമ്മത്തിന്റെ നിലപാട്. ഈ വിഷയത്തിൽ അഇമ്മത്തിന്റെ നിലപാട് ഇതാണ്. ബദരീങ്ങളെ കുറിച്ച് പാടിയാൽ, സ്വാലിഹീങ്ങളുടെ നേതാക്കന്മാരാണല്ലോ ബദരീങ്ങൾ, അപ്പൊ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, അവരെ കുറിച്ച് പാടിയാൽ അത് എത്ര മഹത്വമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. മുസ്നദുൽ ഫിർദൗസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, തൻസിലുർ റഹ്മാതു ഇൻദ ദിക്രി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു. അവിടുന്ന് അല്ലാഹു ശിക്ഷകൾ, അദാബുകൾ ഉയർത്തി കളയുന്നു. അപ്പോ അൽഹംദുലില്ലാ, അത്തരത്തിലുള്ളൊരു സദസ്സായി അല്ലാഹു നമ്മുടെ ഈ സദസ്സും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദരീങ്ങളെ കുറിച്ച് പറയുന്ന മജ്ലിസാണിത്. സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവിടെ റഹ്മത്ത് ഇറങ്ങുന്നു, അല്ലാഹുവിന്റെ ശിക്ഷ അവിടെ നിന്ന് ഉയർന്നു പോകുന്നു. ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു വീണ്ടും ഉദ്ധരിക്കുന്നതായിട്ട് കാണാം, ദിക്റുൽ അംബിയാഇ ഇബാദാ. അംബിയാക്കന്മാരെ കുറിച്ച് പറയൽ, അവരുടെ മൗലിദ് ഓതൽ, അവരുടെ മദ്ഹ് പറയൽ, അവരുടെ മദ്ഹ് പാടൽ, അവരുടെ ചരിത്രം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കൽ ഇബാദ, അത് ആരാധനയാണ്, ഇബാദത്താണ്. വദിക്റുസ് സ്വാലിഹീന കഫാറാ. സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ അത് ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അവിടുത്തെ ജാമിഉ സ്വഗീറിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോ സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ചെയ്തു പോയ പാപങ്ങൾക്ക് അതൊരു പ്രായശ്ചിത്തമാണ്. ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ, ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള വ്യക്തിപ്രഭാവങ്ങളാണ് പരിശുദ്ധമായ ബദർ സമരത്തിൽ, ബദർ രണാങ്കണത്തിൽ പങ്കെടുത്ത സ്വഹാബത്ത്. അവരെ കുറിച്ച് പറഞ്ഞാൽ കോനവൻ പൊറുക്കും ഏളാണ്ട്, കോനവൻ പൊറുക്കും ഏളാണ്ട് പിഴയുണ്ട് കൂറിനാറുലമതമേ. 7 വർഷത്തെ പാപം പൊറുക്കുമെന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര വലിയ ശ്രേഷ്ഠതയാണ് ബദരീങ്ങൾക്കുള്ളത്. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും അവിടുത്തെ സ്വഹാബത്തിനെ കുറിച്ചും ആ സ്വഹാബികളിൽ ഉത്കൃഷ്ടരായ ബദരീങ്ങളെ കുറിച്ചും പറഞ്ഞാൽ ചെയ്തു പോയ പാപങ്ങൾക്ക് അതൊരു പ്രായശ്ചിത്തമാണ്. തൻസിലുർ റഹ്മാതു ഇൻദ ദിക്രി സ്വാലിഹീൻ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ അവിടെ ഇറങ്ങുന്നു, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവിടെ വർഷിക്കുന്നു, അല്ലാഹുവിന്റെ അദാബുകൾ അവിടെ നിന്ന് ഉയർത്തപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം സദസ്സുകൾ നടത്തുന്നവർക്ക് വേണ്ടിയും അവരുടെ മദ്ഹുകൾ പറയുന്നവർക്ക് വേണ്ടിയും എന്തിനേറെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് പ്രാർത്ഥിച്ചു കൊടുത്തു, ഒരു ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്. അല്ലാഹുവേ, ജിബ്രീലിന്റെ സഹായം കൊണ്ട് ഹസ്സാനിനെ നീ ശക്തിപ്പെടുത്തേണമേ. എന്റെ മദ്ഹ് പറയുന്ന, എന്റെ മദ്ഹ് പറയുന്ന കാലത്തോളം, എന്നെ കുറിച്ച് സ്മരിക്കുന്ന കാലത്തോളം ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ജിബ്രീലിന്റെ സഹായം കൊണ്ട് നീ ശക്തിപ്പെടുത്തേണമേ. ഇവിടേക്ക് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് നീ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ, ഇത് റസൂലുള്ളാഹി ദുആ ചെയ്തു കൊടുത്തതാണ്. മദ്ഹ് പാടിയതിന്റെ പേരിൽ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സദസ്സുകൾ നടത്തിയാൽ അതിന് വലിയ ദുആയ്ക്ക് ഉത്തരമുണ്ടാകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയലും മഹാന്മാരെ കുറിച്ച് പറയലും എല്ലാം പുണ്യമാണ്. ഹുബ്ബുൻ നബി വ മദ്ഹുഹു
ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹുബ്ബുൻ നബി റസൂലുള്ളാഹിനെ പ്രിയം വയ്ക്കൽ വമദ്ഹുഹു ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ ഖൈറുൽ അമൽ അമലുകളുടെ കൂട്ടത്തിൽ സൽപ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ പ്രവർത്തനമാണ് റസൂലുള്ളാഹിന്റെ മൗലിദ് പാരായണം ചെയ്യൽ. ണ്ടോ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ എല്ലാ അഭിലാഷങ്ങളും പൂവണിയാനുള്ള ഒരു ഉപാധിയാണ്. എല്ലാ ആഗ്രഹങ്ങളും നിനക്കെന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, നിനക്കെന്തെല്ലാം അഭിലാഷങ്ങളുണ്ടോ, അതെല്ലാം പടച്ച തമ്പുരാൻ നിനക്ക് നിറവേറ്റിത്തരും. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ആഖിറത്തിൽ ആരുമില്ലാത്ത സമയത്ത് നിനക്ക് റെക്കമെൻഡ് ചെയ്യാൻ, നിനക്ക് ശുപാർശ ചെയ്യാൻ അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് അവിടെ റെക്കമെൻഡ് ചെയ്യാൻ എത്തും. പോരാ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ ഒരു മുസ്ലിമിന്റെ അഭിലാഷമാകുന്ന സ്വർഗം പോലും കരഗതമാക്കാൻ അതിന് പര്യാപ്തമായ അമലാണ് ഹുബ്ബുൻ നബി വമദ്ഹുഹു റസൂലുള്ളാഹിനെ പ്രിയം വയ്ക്കൽ, അവിടത്തെ കുറിച്ച് പറയൽ, അവിടത്തെ കുറിച്ച് പാടൽ, അവരുടെ പേര് പറയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രയോ പേരുകളുണ്ട്. ആ പേരുകളെല്ലാം നമ്മുടെ ആലിമീങ്ങൾ എല്ലാ ദിവസവും ഉരുവിടുന്നവരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ ആ പേരുകളെല്ലാം അവരുടെ അധരങ്ങൾ കൊണ്ട്, അവരുടെ നാവുകൾ കൊണ്ട് എല്ലാ ദിവസവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉരുവിടുന്നു. അതിന് വലിയ ബറക്കത്തുണ്ട്, വലിയ പുണ്യമുണ്ട്. സ്വാലിഹീങ്ങളുടെ പേര് പറഞ്ഞാൽ വലിയ പുണ്യമാണ്. മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയൽ പുണ്യമുള്ളതാണ്. മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളുടെ പേര് പറയൽ പുണ്യമുള്ളതാണ്. ബദരീങ്ങളുടെ പേര് പറയൽ പുണ്യമുള്ളതാണ്. ഉണ്ടോ? അപ്പോ ബദരി എല്ലാ അയിമ്മത്തുകളും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ അയിമ്മത്തുകളും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ട്, പുണ്യമുണ്ട്, ബർക്കത്തുണ്ട്. അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേര് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുണ്ട്. എന്താ ബദരീങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. 313ഓളം വരുന്ന ബദരീങ്ങളുടെ കൂട്ടത്തിൽ ആ ബദറിന്റെ നായകനായ ബദരീങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുണ്ട്. 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ പേരുണ്ട്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബത്തിന്റെ പേരുണ്ട്. അങ്ങനെ തുടങ്ങി സ്വാദിഖീങ്ങളായ സത്യസന്ധന്മാരായ ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ വേർതിരിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി അതാ ജീവിതം തന്നെ മാറ്റിവെച്ച ബദരീങ്ങളുടെ പേര് പറഞ്ഞാൽ അതിന് വലിയ പവറുണ്ട്, വലിയ പുണ്യമുണ്ട് എന്ന് അഇമ്മത്തുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അസ്മാഉഹും കഹുഫുൽ വറാ വസലാമത്തുൻ മിൻ കുല്ലി ദാഹിയതിൻ വമിമ്മാ യഖ്ദിറൂൻ. നമ്മളെല്ലാ ദിവസവും ബദരീങ്ങളുടെ പേര് നമ്മൾ അത് പാരായണം ചെയ്യണം. ബദരീങ്ങളുടെ പേര് പാരായണം ചെയ്യുന്നതിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് അഇമ്മത്തുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അസ്മാഉഹും കഹുഫുൽ വറാ വസലാമത്തുൻ മിൻ കുല്ലി ദാഹിയതിൻ വമിമ്മാ യഖ്ദിറൂൻ. അസ്മാഉഹും ബദരീങ്ങളുടെ പേര് കഹുഫുൽ വറാ, മനുഷ്യരെ അത് അഭയമാണ്. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, ബദരീങ്ങളുടെ പേര് അത് ഉരുവിടൽ, അത് അഭയമാണ്. വസലാമത്തുൻ, അത് രക്ഷാ കവചമാണ്. മിൻ കുല്ലി ദാഹിയതിൻ വമിമ്മാ യഖ്ദിറൂ, എല്ലാ വിപത്തുകളിൽ നിന്നും, കലക്കമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് അതൊരു രക്ഷാ കവചമാണ്. നമ്മുടെ പണ്ഡിതന്മാർ, മുൻകാല പണ്ഡിതന്മാര് മുഴുവനും ബദരീങ്ങളെ അനുസ്മരിച്ചവരാണ്. മഹാനായ ശാലിയാത്തി റളിയല്ലാഹു അൻഹു, അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു മഹ്ദറത്തുൽ ബദരിയ എന്ന പേരിൽ ഒരു കാവ്യം തന്നെ രചിച്ചിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാരെല്ലാം ബദരീങ്ങളെ കുറിച്ച് സ്മരിച്ചവരാണ്, അവരെ കുറിച്ച് പുകഴ്ത്തി പാടിയവരാണ്. നമ്മൾ ബദർ മൗലൂദ് എപ്പോഴും ഓതണം. ബദരീങ്ങളുടെ പേര് എല്ലാ ദിവസവും ഉരുവിടണം. ഇൻഷാ അല്ലാഹ് അതിന് ഈ സദസ് ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അസ്മാഉല്ലാഹി തആല, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അതെല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം. എല്ലാ ദിവസവും അസ്മാഉൽ ബദർ അതെല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം. അതിനൊക്കെ വലിയ പുണ്യമുണ്ട്. ആ പുണ്യമാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാലിഹീങ്ങളുടെ പേര് പറഞ്ഞാൽ അവിടെ റഹ്മത്ത് ഇറങ്ങുന്നല്ലേ, അവിടെ വിപത്തുകളൊന്നും ഉണ്ടാവൂല. അപ്പൊ അസ്മാഉൽ ബദർ, ബദർ മൗലൂദിന്റെ അവസാനത്തിൽ വദക്കറ ശൈഖു ദവാനി എന്നും പറഞ്ഞ് ഒരു ഹിക്കായത്തുണ്ട്. ഏറ്റവും അവസാനത്തെ ഹിക്കായത്ത് അവിടെ സയ്യിദിന അബൂബക്കറും ഉമർ ഉസ്മാൻ അലി എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങി സഹാബത്തിന്റെ പേരുകൾ ഇങ്ങനെ എണ്ണി പറയുന്നു. എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യണം. ഇതിനൊക്കെ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണം. സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സുൽത്താനുൽ ഉലമയെ പോലുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അഹോരാത്രം, ഇന്ന് ദുബൈയിലാണെങ്കിൽ നാളെ അബൂദാബിയിലായിരിക്കും, പിന്നെ കേരളത്തിലായിരിക്കും, പിന്നെ കർണാടകയിലായിരിക്കും, പിന്നെ മലേഷ്യയിലായിരിക്കും. അങ്ങനെ ദിവസങ്ങളോളം ജീവിതം മുഴുവനും ദീനിനു വേണ്ടിയുള്ള യാത്ര. എന്നിട്ട് പോലും അവിടത്തെ ജീവിതത്തിൽ ഒരു ഔറാദും അവിടെ നിന്നും മുടക്കാറില്ല. അവിടത്തെ അസ്മാഉൽ ബദർ, അസ്മാഉൽ ഹുസ്ന, ഇതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ വലിയ ബറക്കത്തുള്ള കാര്യങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ അതിനൊക്കെ വലിയ ബറക്കത്തുണ്ടാകും. അതാണ് പറഞ്ഞത് ബദരീങ്ങളുടെ പേര് പറയൽ അത് മനുഷ്യരെ, അത് നിങ്ങൾക്ക് അഭയ കേന്ദ്രമാണ്. വസലാമത്തുൻ, അത് രക്ഷാ കവചമാണ്. മിൻ കുല്ലി ദാഹിയതിൻ വമിമ്മാ യഖ്ദിറൂ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ കലക്കമുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് വലിയൊരു രക്ഷാ കവചമാണ്. ബദരീങ്ങളുടെ പേര് ഉരുവിടൽ. കമ്മിൻ ഖവാരിഖി ആദതിൻ വഅജായിബി മിൻ അൻദി ദിക്രിഹി തജീഉ വതസ്ദുറൂ, എത്ര അത്ഭുത സംഭവങ്ങളാണ്, എത്ര ആശ്ചര്യങ്ങളാണ്, അമാനുഷികതകളാണ്. അസ്മാഉൽ ബദർ പറഞ്ഞതിന്റെ പേരിൽ, അസ്മാഉൽ ബദർ ഉരുവിട്ടതിന്റെ പേരിൽ, ബദരീങ്ങളുടെ പേര് പറയുന്നതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് കൊണ്ട് എത്ര അത്ഭുതങ്ങളാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? അസ്മാഉൽ ബദർ അതിന്റെ പവർ വേറൊന്നാണ്. നമ്മുടെ വീടുകളിൽ വലിയ ബറക്കത്താണ്. പ്രസവം എളുപ്പമാകാൻ അതൊരു കാരണമാണ്. സമ്പത്തുണ്ടാകാൻ അതൊരു കാരണമാണ്. ഹർഖ്, വബാ, എല്ലാ പരീക്ഷണങ്ങളും തീയിൽ നിന്നും അഭയമാണ്. തീയുടെ രക്ഷ, തീയിൽ നിന്നും അത് നമുക്ക് രക്ഷ നൽകും. അതുപോലെ തന്നെ ഭൂമി കുലുക്കത്തിൽ നിന്നും രക്ഷ നൽകും, വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷ നൽകും. അസ്മാഉൽ ബദർ ചൊല്ലിയാൽ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷ നൽകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വീടിന് വലിയ കാവലാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ അസ്മാഉൽ ബദർ. ബദരീങ്ങളുടെ പേര് ഒന്ന് എഴുതി വെച്ചാൽ തന്നെ നമ്മുടെ വീടിന് അത് വലിയ ഒരു കാവലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്കറിയുമോ, മഹാനായ വളപ്പിൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നമ്മുടെ ഉസ്താദുമാരുടെ തലമുറയിൽപ്പെട്ട വലിയ മഹാനാണ്.
അവിടുന്ന് എഴുതി വെച്ച ഗ്രന്ഥമാണ് ബദർ മൗലൂദ്. ഇന്ന് മലബാറിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നമ്മൾ പാരായണം ചെയ്യുന്ന ബദർ മൗലൂദ് അതേ മഹാനായ വളപ്പിൽ അബ്ദുൽ അസീസ് നവ്വറല്ലാഹു മർഖദുഹു അവിടുന്ന് എഴുതി വെച്ചതാണ്. നമ്മുടെ വീടിന് വലിയൊരു കാവലാണ്. ആ ബദർ മൗലൂദിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്താണ് ആ ചരിത്രം? ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി ബൈത്തുൽ ഹറാം മക്കയിലേക്ക് പോവുകയാണ്. പഴയ കാലത്ത് ഹജ്ജിന് വേണ്ടി പോവുക എന്ന് പറഞ്ഞാൽ ഇന്ന് നാളെ പോയാൽ 3 ദിവസം ഹജ്ജും ചെയ്ത് പിറ്റേന്ന് നിങ്ങൾ പോരാ. വിമാനമാർഗം പൈസയൊക്കെ ഉള്ളവനാണെങ്കിൽ 3 ദിവസത്തെ കർമ്മമാണല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി ചിലപ്പോൾ 1 മാസം മുമ്പേ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോകും. അത് വിമാനത്തിന്റെയും മറ്റ് സൗകര്യം കണക്കനുസരിച്ചാണ്. മദീനത്ത് പോയി സിയാറത്ത് ചെയ്ത് ഹജ്ജും ചെയ്ത് റാഹത്തായിട്ട് പല സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് ബദറും ഉഹദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ട് പഴകി ജീവിച്ച അവിടത്തെ ഭൂമികളും എല്ലാം കണ്ട് വരും 1.5 മാസം കൊണ്ട് ഹജ്ജ്. എന്നാൽ പഴയ കാല ഹജ്ജ് എന്ന് പറഞ്ഞാൽ 6 മാസം 7 മാസം കപ്പൽ യാത്ര, വാഹന സൗകര്യമൊന്നുമില്ല. അപ്പോ അന്നൊക്കെ വീടൊക്കെ പൂട്ടിയിട്ട് പോയാൽ ഓല വീടായിരിക്കും. ചിലപ്പോ വരുമ്പോഴത്തേക്കും ചെതലൊക്കെ കയറി ചെത്ത് ആകെ നാമാവശേഷമായി കിടക്കുന്നതാണ്. അതുപോലൊരു സമാനമായൊരു സംഭവം അതാ ബദർ മൗലൂദിൽ നമുക്ക് പറയുന്നതായിട്ട് കാണാം. വീടിന് വലിയ കാവലാണ്. ബദരീങ്ങളുടെ പേരുണ്ടെങ്കിൽ തന്നെ, പേര് നമ്മൾ പറയണ്ട, അവരുടെ പേര് വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ വലിയ കാവലാണ്. നിങ്ങൾ നോക്കി, ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന വേളയിൽ വീട് സംരക്ഷിക്കാൻ എന്താണ് ഉപാധി? ആ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് ഫകതബ അസ്മാ അഹ്ലി ബദർ റളിയല്ലാഹു അൻഹും ഫീ ഖിർതാസിൻ വജഅലഹു ഫീ ഉസ്ഖുഫത്തിൽ ബാബ്. ആ ഹജ്ജിന് പോകുന്ന വേളയിൽ, ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്ന വേളയിൽ തന്റെ വീടിന്റെ കാവൽ വേണം എന്നുള്ള ലക്ഷ്യം കാണിച്ചുകൊണ്ട് മഹാനായ ആ പണ്ഡിതൻ അസ്മാഉൽ ബദർ എഴുതി വാതിൽക്കൽ തൂക്കിയിട്ടാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. ബദരീങ്ങളുടെ പേര് എഴുതിയിട്ട് വാതിലിൽ തൂക്കിയിട്ട് ആ മനുഷ്യൻ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ ഹജ്ജിന് പോയതിനു ശേഷം നമുക്ക് ചരിത്രത്തിൽ കാണാം, കള്ളന്മാർ വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കള്ളന്മാർ വന്നു. എന്തിനു വേണ്ടിയാണ്? മോഷണത്തിന് വേണ്ടി വരുന്നതാണ്. മോഷണത്തിന് വേണ്ടി ഒരു കൂട്ടം കള്ളന്മാർ സംഘമായിട്ട്, ഒന്നല്ല 3-4 കള്ളന്മാര് സംഘമായിട്ട് ആ വീട് കവർച്ച ചെയ്യാൻ വേണ്ടി വന്നു. അവർ മച്ചിന്റെ മുകളിൽ കയറിയപ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്നതായിട്ട് കേട്ടു. സുബ്ഹാനല്ലാഹ്. കള്ളന്മാർ ഒരു വീട്ടിൽ കയറുമ്പോ ആളുള്ള വീട്ടിൽ കയറൂലല്ലോ അല്ലേ? എല്ലാം അന്വേഷിക്കും. അവിടെ ഇന്ന ദിവസം ആളില്ല, അവർ ഇന്ന സ്ഥലത്ത് പോയതാണ്, ഇത്ര ദിവസം കഴിഞ്ഞേ വരോളൂ, അപ്പോ പരിസരത്തൊന്നും അങ്ങനെ അനക്കങ്ങളൊന്നും ഇല്ല, അപ്പൊ ഇവിടെ പറ്റിയ സ്ഥലമാണ്, ഇതെല്ലാം വീക്ഷിക്കും. അങ്ങനെ കള്ളന്മാര് ഈ ഹജ്ജിന് പോയ മനുഷ്യന്റെ വീട്ടിൽ പ്രവേശിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കി ഈ മനുഷ്യനെ ഹജ്ജിന് പോയതാണ്, ഇനി എന്തായാലും 6 മാസം കഴിഞ്ഞിട്ടേ വരോളൂ, പെട്ടെന്നൊന്നും വരൂല, ഉറപ്പല്ലേ? അങ്ങനെ വീടും പൂട്ടിയിട്ടിട്ട് ഈ മനുഷ്യനെ ഹജ്ജിന് പോയപ്പോൾ കള്ളന്മാര് വീട്ടിൽ പ്രവേശിക്കുന്നു കവർച്ച ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. ആ വീടിന്റെ മച്ചിൽ കയറിയപ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്നതായി കേട്ടു. അത് മാത്രമല്ല, ആയുധങ്ങളുടെ ഒച്ച കേൾക്കുകയാണ് വീടിന്റെ ഉള്ളിൽ നിന്നും. ആയുധങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. അതുമല്ല, ആരൊക്കെയോ വീടിന്റെ ഉള്ളിൽ നിന്നും സംസാരിക്കുന്നു. അങ്ങനെ അവർ പേടിച്ചു. വീട്ടിന്റെ ഉള്ളിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് പേടിച്ചിട്ട് അവർ മടങ്ങിപ്പോയി. അങ്ങനെ മടങ്ങിപ്പോയിട്ട് പകൽ അന്വേഷിച്ചപ്പോൾ ഇല്ല, വീട്ടിൽ ആരുമില്ല, എല്ലാവരും ഹജ്ജിന് പോയതാ. അങ്ങനെ 2ാം ദിവസവും കള്ളന്മാര് വീട്ടിൽ വന്നു മോഷ്ടിക്കാൻ. അപ്പോഴും ഇതുപോലെ തന്നെ അവർ കേട്ടു. അവർ വല്ലാതെ അത്ഭുതം കൂറി. പിന്നെ അവർക്ക് പേടിയായി പോയി ആ വീട്ടിൽ പ്രവേശിക്കാൻ. അപ്പോ വീട്ടിൽ ആളില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ഈ
ഈ കള്ളന്മാർ വീട്ടിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ആളിന്റെ ഒച്ചയും അതുപോലെ തന്നെ ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുള്ള ശബ്ദവും അവർ കേൾക്കുന്നു. അവർക്ക് വല്ലാത്ത ഭയമായി പോയി. പിന്നെ ആ വീട്ടിൽ അവർ കവർ ചെയ്യാൻ അവർക്ക് പ്രവേശിച്ചില്ല, അവർ കയറിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ ഹജ്ജിൽ നിന്നും വീട്ടിലെ ഹജ്ജെല്ലാം ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പോഴതാ കള്ളന്മാരുടെ തലവൻ ഈ മനുഷ്യനെ വന്ന് കണ്ടു. എന്നിട്ട് ചോദിക്കുന്നു, ഇന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയി, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ എന്തോ കാവലുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എന്തോ കാവലുണ്ട്, ആരൊക്കെയോ നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കുന്നുണ്ട്, എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് ചോദിച്ചപ്പോൾ ഈ ഹജ്ജ് ചെയ്യാൻ പോയ ആ വീട്ടുടമ പറയുകയാണ്, വല്ലാഹി മാ സനഅതു ഫീ ബൈതി ശൈഅൻ ഗൈറ അന്നി കതബതു ഖൗലഹു തആല വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അളീം വകതബതു അയ്ളൻ അസ്മാ അഹ്ലി ബദ്രിൻ റളിയല്ലാഹു അൻഹും. കണ്ടോ, ഞാൻ ഈ വീടിന്റെ സംരക്ഷണത്തിനായിട്ട് ഞാൻ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെയോ ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് എന്ന അല്ലാഹുവിന്റെ കലാം, ഹിഫ്ളിന്റെ ആയത്ത്, സംരക്ഷണത്തിന്റെ ആയത്ത് ആ പേപ്പറിൽ ആ കടലാസിൽ ഞാൻ എഴുതി. എന്നിട്ടോ പരിശുദ്ധമായ ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ള അസ്മാഉൽ ബദർ, ബദരീങ്ങളുടെ നാമം ഞാൻ ആ കടലാസിൽ എഴുതിയിട്ട് എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ തൂക്കിയിട്ടാണ് ഞാൻ ഹജ്ജിലേക്ക് പോയത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ ആ കള്ളന്റെ തലവൻ, കള്ളന്മാരുടെ നേതാവ് പറയുകയാണ്, അത് മതി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ വീടിന്റെ കാവലാളന്മാരായിട്ട് അല്ലാഹു ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരായ ബദരീങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ബദരീങ്ങളുടെ കാവല് കൊണ്ടാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ഭയം നൽകിയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് കവർച്ച നടത്താൻ സാധിക്കാത്തത് എന്ന് ആ കള്ളന്മാരുടെ നേതാവ് പറയുന്ന സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പൊ ബദരീങ്ങളുടെ പേര് പറഞ്ഞാലുള്ള ഒരു ഗുണമാണ്, നമ്മുടെ വീടിന് വലിയ കാവലാണ്. എല്ലാ ദിവസവും നമ്മൾ ബദരീങ്ങളുടെ പേര് പറയണം. ബദരീങ്ങളുടെ പേര് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയാണ്, അത് നമുക്ക് അഭയമാണ്, വലിയ രക്ഷയാണ്. എല്ലാ വിപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അത് നമുക്ക് രക്ഷയാണ്. ഒരു സംഭവം കൂടി ഞാൻ പറയുകയാണ്. മഹാനായ ഹാഫിദുദ്ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു എത്ര വലിയ പണ്ഡിതനാണെന്ന് അറിയുമോ? സ്വഹീഹുൽ ബുഖാരിക്ക് 13 വാള്യങ്ങളോളം വരുന്ന ഒരു വിശദീകരണ ഗ്രന്ഥം എഴുതിയ വലിയ മഹാനാണ്. ലോക പ്രസിദ്ധ ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. 13 വാള്യങ്ങളാണ് ആ ഗ്രന്ഥത്തിനുള്ളത്. ലോകം മുഴുവനും അംഗീകരിച്ച സ്വഹീഹുൽ ബുഖാരിയുടെ ശറഹാണ്. ആ ശറഹ് എഴുതിയത് മഹാനായ ഹാഫിദുദ്ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ആണ്. ആ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയുമോ? എന്റെ അമ്മാവന്റെ മകൻ, എന്റെ പിതൃവ്യൻ വാപ്പയുടെ സഹോദരന്റെ മകൻ, അതാ മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അകാരണമായി, ഒരു കാരണവും ഇല്ലാതെ എന്റെ ഉപ്പാട, എന്റെ എളാപ്പാട മകൻ, എന്റെ പിതൃവ്യന്റെ മകനെ ഒരു കാരണവും ഇല്ലാതെ ശത്രുക്കൾ അറസ്റ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ റോമക്കാരാണ്, റോമാ സാമ്രാജ്യത്തിന്റെ അഹരികാരാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്തിട്ട് ആ ഭരണകൂടം ആവശ്യപ്പെട്ടത്, ഒരുപാട് സമ്പത്തിനെ ഈ മനുഷ്യനെ, ഈ വ്യക്തിയെ മോചിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് സമ്പത്ത് തന്നേ പറ്റൂ. ഒരുപാട് സമ്പത്ത്, നിശ്ചിത രൂപ നിങ്ങൾ തന്നാൽ മാത്രമേ ഈ മനുഷ്യനെ ഞങ്ങൾ മോചിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്.
ഭാരിച്ചതായ സമ്പത്ത്, പൈസ ഇല്ലാത്തതിന്റെ പേര് വലിയ വിഷമത്തിലായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുന്നു, ഫാർസൽനാ ഇലൈഹി അസ്മാ അഹ്ലി ബദരിൻ, ഞാൻ എന്താക്കിയെന്നറിയുമോ, എന്റെ പിതൃവ്യന്റെ മകനിക്ക് ഞാൻ ഒരു എഴുത്തയച്ചു. ആ എഴുത്തിൽ അസ്മാഉൽ ബദ്റുണ്ട്, ബദരീങ്ങളുടെ പേര് എഴുതിയാണ് കൊടുത്തയച്ചത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ അസ്മാഉൽ ബദ്ർ കാണാതെ പഠിച്ചിട്ട് അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്താൽ അല്ലാഹു നിന്റെ വിഷമത്തിൽ നിന്നും നിന്നെ അല്ലാഹു കരകയറ്റുമെന്ന് ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ആ കത്തിൽ എഴുതുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ദിവസങ്ങൾക്ക് ശേഷം ഈ പിതൃവ്യപുത്രൻ തന്റെ എളാപ്പാടെ മകൻ വീട്ടിലേക്ക് വന്നു. അത്ഭുതമായി. അന്ന് ഇന്നത്തെ പോലെ ഫോണും ഇല്ല, സോഷ്യൽ മീഡിയകളൊന്നും ഇല്ല. അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകളോ മറ്റോ ഒന്നും ഇല്ല. അപ്പോ ആള് വരുമ്പോഴാണ് അറിയുന്നത് ആള് സ്ഥലത്തെത്തി എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അത്ഭുതമായി. എത്ര പെട്ടെന്നാണ് ഭാരിച്ച സമ്പത്താണ് മോചിപ്പിക്കാൻ വേണ്ടി ചോദിച്ചത്. അത് കൊടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അസ്മാഉൽ ബദ്ർ എഴുതി കൊടുത്തത് ഇത് കാണാതെ പഠിച്ച് ഈ ബദരീങ്ങളുടെ തവസ്സുലാക്കിയിട്ട് എന്താക്കുക, നിങ്ങൾ ദുആ ചെയ്താൽ ഒരുപക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ ഫറജ് നൽകിയേക്കാം, അതിൽ നിന്നും രക്ഷ നൽകിയേക്കാം. അങ്ങനെ ഈ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി, നാട്ടുകാർക്കും വീട്ടുകാർക്കും വലിയ അത്ഭുതമായി. ഇതിന്റെ വിവരം അന്വേഷിച്ചപ്പോ ആ മനുഷ്യൻ പറയുകയാണ്, ഫലമ്മാ വസലത് ഇലയ്യ തിൽകൽ വറഖത്തുൽ ലത്തി ഫീഹൽ അസ്മാ, എന്റെ എളാപ്പ എനിക്കൊരു കത്തയച്ചിരുന്നു, എന്റെ മൂത്താപ്പ വല്യാപ്പ എനിക്കൊരു കത്തയച്ചിരുന്നു. ആ കത്തിൽ ബദരീങ്ങളുടെ പേരുണ്ട്. അതുപോലെ അതിന്റെ കൂടെ എനിക്കൊരു ഉപദേശവും ഉണ്ട്. ബദരീങ്ങളുടെ പേര് പഠിച്ചിട്ട് അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് അവരെ മധ്യവർത്തിയായി നിർത്തി ദുആ ചെയ്താൽ ഇതിന് നിനക്കൊരു ഫലം ഉണ്ടാകും. ഒരുപാട് ആളുകൾ ഈ ദുനിയാവിൽ അകാരണമായി വിദേശത്തും സ്വദേശത്തും ജയിലിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവരെ നീ മോചിപ്പിക്കണേ റഹ്മാനേ. കണ്ടോ, അകാരണമായി ജയിലിൽ കഴിഞ്ഞ ഒരു സഹോദരനോട് തന്റെ വലിയാപ്പ പറയുകയാണ്, മോനെ, നീ ബദരീങ്ങളുടെ പേര് കാണാതെ പഠിച്ച് അവരെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്താൽ ഇതിന് നിനക്ക് ഫലം ഉണ്ടാകും എന്ന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് ആ സഹോദരൻ ചെയ്തപ്പോൾ അല്ലാഹു ആ മനുഷ്യന് വലിയ ഫറജ് നൽകി, ഫത്ഹ് നൽകി, അവിടുന്ന് മോചനം നൽകി. അതിന്റെ പിന്നിൽ വലിയ ചരിത്രമുണ്ട്. കാരണം എന്താണെന്ന് അറിയുമോ? മുസ്ലിമായ എന്നെ കൊണ്ട് ആ നാട്ടിലുള്ള ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടിപ്പോയി. മുസ്ലിമായ ഞാൻ മുസ്ലിമാണല്ലോ. ഈ ജയിലിൽ അടയ്ക്കപ്പെട്ടതായ വ്യക്തി മോചനത്തിന് ശേഷം നാട്ടിലേക്ക് വന്നിട്ട് തന്റെ കൂട്ടുകാരോടും വീട്ടുകാരോടും പറയുന്ന കഥയാണ്. മുസ്ലിമായ എന്നെ കൊണ്ട് ആ നാട്ടിലുള്ള ജനങ്ങൾ, അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് വലിയ പൊറുതികേടുണ്ടായി, വലിയ പ്രയാസങ്ങൾ ഉണ്ടായി, വലിയ വിഷമങ്ങൾ ഉണ്ടായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എന്നെ ആ ഭരണാധികാരി വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവനെ മോചിപ്പിച്ചിട്ട് പൈസക്ക് വേറെ ആർക്കെങ്കിലും അടിമയായിട്ട് വിൽക്കാൻ. അങ്ങനെ ഓരോരുത്തരും എന്നെ വാങ്ങി ചുരുക്കി പറഞ്ഞാൽ വാങ്ങുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നെ എവിടെയല്ല ഏതെല്ലാം വീട്ടിൽ എന്നെ കൊണ്ടുപോകുന്നുണ്ടോ അവരുടെ വീട്ടിലെല്ലാം വലിയ മുസീബത്ത് ഇറങ്ങുക. അപ്പോ ഇവരെല്ലാം ചോദിക്കും, വലിയ മുസീബത്താണ്, നീ മാരണക്കാരനാണ്, നീ സിഹ്ർ ചെയ്യുന്നവനാണ്, നിന്നെ കൊണ്ടുവരുന്ന സ്ഥലങ്ങളെല്ലാം വലിയ വിപത്തുകളാണ്, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കൈമാറി എത്രയോ ദിർഹങ്ങൾക്ക് ഓരോരുത്തരും
വിറ്റ് അവര് വിൽക്കും, ഇവന്റെ വീട്ടിൽ വിപത്തിറങ്ങും, ഇവൻ വേറെ ആൾക്ക് വിൽക്കും, ഇവന്റെ വീട്ടിൽ വിപത്തിറങ്ങും. അടിമയായിട്ടാണ് വിൽക്കുന്നത്. അങ്ങനെ ഇവന്റെ വീട്ടിൽ വലിയ പ്രയാസം ഉണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഇയാള് വന്ന അന്ന് മുതൽ എന്റെ വീട്ടിൽ കലഹാണ്, എന്റെ വീട്ടിൽ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി ആ യുവാവിനെ എന്താക്കി 7 ദിർഹമിന് വേറൊരാൾക്ക് വിറ്റു. 7 ദിർഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയാണ്. അടിമകൾക്ക് അന്നത്തെ കാലത്ത് വലിയ വലിയ വില കൊടുക്കണം. 7 ദിർഹമിന് ഈ യുവാവിനെ വിറ്റു. അങ്ങനെ ഈ യുവാവിനെ ആ വീട്ടുകാരൻ കൊണ്ടുപോയതിനു ശേഷം അയാൾക്ക് വലിയ പ്രശ്നങ്ങളായി തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അയാൾ പറഞ്ഞു, നിന്നെ ഞാൻ കുരിശിന് നാട്ടി, എന്റെ കുരിശിനെ നിന്നെ ബലി കൊടുക്കാൻ പോവാണ്, നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, നീ എന്തോ ഒരു ശകുനമാണ്. കണ്ടോ, ബദരീങ്ങളുടെ സഹായം വരുന്ന വരവാണ്, ബദരീങ്ങളുടെ സഹായം വരുന്ന വരവാണ്. ഓരോരുത്തർക്കും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെടാ എന്ന് പറഞ്ഞ് ഇദ്ദേഹം വാഹനം എടുത്ത് പുറത്തോട്ട് പോയി. അന്നത്തെ വാഹനം കുതിരയൊക്കെയാണ്. കുതിരപ്പുറത്ത് കയറി പുറത്തോട്ട് പോയപ്പോ സുബ്ഹാനല്ലാഹ്, ആ കുതിരയിൽ നിന്നും അദ്ദേഹം വീണ് മുഖമിടിച്ച് നിലത്ത് വീണു മരിച്ചു പോയി. കണ്ടോ, നിന്നെ കൊല്ലും എന്നും വീമ്പളക്കിയിട്ട് പുറത്തോട്ട് പോയ ആ മനുഷ്യൻ മരിച്ചുപോയി. അപ്പോ വല്ലാത്ത വിഷമത്തിൽ ആ മരണപ്പെട്ടവന്റെ മകൻ ഇവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്റെ കാരണം കൊണ്ട് പല രൂപത്തിലും ഞങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ്. വലിയ വലിയ വിപത്തുകൾ ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ വീടുകളിലും വരികയാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്നും നീ പുറത്തു പോകണം, ഈ നാട്ടിൽ നിന്നും നീ പുറത്തു പോകണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ നാട്ടിൽ നിന്നും എല്ലാവരുടെയും സമ്മതപ്രകാരം ആ അകാരണമായി ജയിലടയ്ക്കപ്പെട്ട അടിമയായി ദിവസങ്ങളോളം കഴിയേണ്ടി വന്ന ആ യുവാവ് ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുകയാണ്. ഇതാണ് ബദരീങ്ങളുടെ പവർ. ആ ബദരീങ്ങളുടെ പേരിന് വലിയ സ്ഥാനമുണ്ട്. മഹാനായ ദാറാനി റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുന്നുണ്ട്, നമ്മുടെ മശായിഖന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഏത് ദുആഇക്കും ഉത്തരമുണ്ട്, എന്നാൽ അന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദരിൻ റളിയല്ലാഹു അൻഹു. ബദരീങ്ങളുടെ പേര് ഉരുവിട്ടിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, ബദരീങ്ങളുടെ പേര് ഉരുവിട്ടിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ ലോകത്ത് ഏതെല്ലാം ഔലിയാക്കന്മാരുണ്ടായിട്ടുണ്ടോ ആ ഔലിയാക്കന്മാര് മുഴുവനും, ആ ഔലിയാക്കന്മാർക്ക് മുഴുവനും വിലായത്തിന്റെ പട്ടം അല്ലാഹു നൽകിയത് ബദരീങ്ങളുടെ പേര് ഉരുവിട്ടതിന്റെ ബറക്കത്ത് കൊണ്ടാണെന്ന് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ബദരീങ്ങളുടെ പേര് നമ്മൾ ചൊല്ലണം. ബദരീങ്ങളുടെ പേര് എല്ലാ ദിവസവും വെറും 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സമയം മാത്രം മതി. ബദരീങ്ങളുടെ പേര് ഉരുവിട്ടാൽ ഉരുവിട്ട ആൾക്ക് ബറക്കത്താണ്, വീടിന് ബറക്കത്താണ്, വീട്ടിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും അതൊരു പരിഹാരമാണ്, വലിയ അസുഖങ്ങൾക്ക് പരിഹാരമാണ്. ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആഇന് ഉത്തരമുണ്ട് എന്ന് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും സ്ഥാനം? അതെ, അവർ ബദറിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ. ബദറിൽ പങ്കെടുത്തതിന്റെ പേരിൽ അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം നൽകി. കാരണം ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ നടക്കുന്ന വലിയ ധർമ്മസമരമാണ് ബദർ. ചെറിയ യുദ്ധമൊന്നുമില്ല. ആകെ 313 സഹാബത്താ ഉള്ളത്. 1000ഓളം വരുന്ന ശത്രു സൈന്യത്തിനോട് ഏറ്റുമുട്ടാൻ പോകുന്നത് 313ഓളം വരുന്ന സഹാബത്തുൽ കിറാം. അവർ നിരായുധരാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, വേണ്ട രൂപത്തിൽ ഭക്ഷണങ്ങളില്ല, വേണ്ട രൂപത്തിൽ കുടിക്കാനുള്ള വെള്ളമില്ല, സഞ്ചരിക്കാനുള്ള വാഹനങ്ങളില്ല. എന്നിട്ടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ, റസൂലുള്ളാഹിനെ ഒന്ന് സഹായിക്കാൻ ഇറങ്ങി
ഇറങ്ങിത്തിരിച്ച, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇറങ്ങിത്തിരിച്ച അള്ളാഹുവിന്റെ പടനായകന്മാരാണ് 313 സഹാബത്ത്. അപ്പോ അവർക്കുള്ള സ്ഥാനം ചെറുതല്ല. അള്ളാഹു അവർക്ക് നൽകിയ സ്ഥാനം എത്ര വലുതാണ്. അറിവിയിലെ ബദറിന്റെ ആഹിൽകൾക്ക് സുവന്താറാൽ അഹദവൻ നബി നാവാൽ ഖദ് ബുശിറ ഹീന അഹ്മദാർ യഖൂലു യാ അഹ്ലൻ ബദ്റാ. ഉറപ്പാലേ ഉമയ്യൊക്കെ അഫ്ളലുൽ അസ്ഹാബ. ഉറപ്പാലേ ഉമയ്യൊക്കെ അഫ്ളലുൽ അസ്ഹാബ. ഉമൈകൾക്ക് ആദൻ ജന്നത്തും ഔജബ. റഹ്മാൻ ഉരൈഹഖാം ബിഗൈരി ശകന്നും ലാ റൈബ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബദരീങ്ങളെ, സ്വർഗം നിർബന്ധമായവരാണ് നിങ്ങൾ. മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവരാണ് നിങ്ങൾ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ബദർ രണാങ്കണത്തിൽ ഇറങ്ങിയവരെ, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്ത ഇതാ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. കണ്ടോ, അല്ലാഹു ബദരീങ്ങൾക്ക് കൊടുത്ത സ്ഥാനം എത്ര വലുതാണ്. സ്വർഗമുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു കൂട്ടരാണ് അസ്മാഉൽ ബദർ. ബദറിന്റെ നാമങ്ങളുള്ളതായ ബദരീങ്ങളിൽ പങ്കെടുത്തതായ സഹാബത്തുൽ കിറാം സ്വർഗം ഉണ്ട് എന്ന് ഉറപ്പുള്ള വ്യക്തിത്വങ്ങളാണ്, വ്യക്തിപ്രഭാവങ്ങളാണ്. അപ്പോൾ അവരുടെ പേര് പറഞ്ഞാലുള്ള ദറജ എത്ര വലുതാണ്. അതാണ് പറഞ്ഞത്, ഉമൈകൾക്ക് ആദൻ ജന്നത്തും ഔജബ. കണ്ടോ, സ്വർഗം നിർബന്ധമാണ്, സ്വർഗം നിർബന്ധമാണ്. തീർന്നില്ല, കറഉങ്ങൾ ചെയ്തതും ഇനി ചെയ്യും ഖതാദംബൻ ഗഫറല്ലാഹു ലക്കും അണ്ടർ ഗളേ മർതബ ഏകി കമൽ മുഹ്താജമുല്ല എനിബി തൗബ. ബദരീങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നവരല്ല, ഒരു തെറ്റും ബദരീങ്ങൾ ചെയ്യൂല. കാരണം അവര് റസൂലുള്ളാഹിന്റെ കലാലയത്തിൽ നിന്നും മോദി പഠിച്ചവരാണ്, റസൂലുള്ളാഹിന്റെ പാഠശാലയിൽ വിദ്യ നുകർന്നവരാണ്. അവർക്ക് റസൂലുള്ളാഹിനെ അറിയാം, അല്ലാഹുവിനെ അറിഞ്ഞവരാണ് ബദരീങ്ങൾ, സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റും ചെയ്യൂല. എന്നാൽ പോലും ഇനി എന്തെങ്കിലും തെറ്റെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അല്ലാഹു അതെല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ബദരീങ്ങളുടെ പവർ ചില്ലറയല്ല. ബദരീങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ബദർ യുദ്ധം അത് വേറൊരു വിഷയം തന്നെയാണ്, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദമായിട്ട് സമയാസമയങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മഹത്തായ മംബഉൽ ഉലൂം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ പരിശുദ്ധമായ റമളാൻ 17-ാം രാവിലെ അൽഹംദുലില്ലാഹ് പരിപാടി നടക്കുകയാണ്. അന്ന് ബദർ യുദ്ധത്തിനെ കുറിച്ചും ബദരീങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ഉസ്താദുമാർ ഇവിടെ പ്രസംഗിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കേൾക്കാനും അവരെ കുറിച്ച് മനസ്സിലാക്കാനും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ മഹബ്ബത്ത് വെക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ റമളാൻ മാസം അല്ലാഹ് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി നീ സാക്ഷി നിർത്തണം റഹ്മാനേ. ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി നൽകണം റഹ്മാനേ. ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട്, അവരുടെ മദ്ഹ് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ദോഷങ്ങളും എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി നൽകണം റഹ്മാനേ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഈ സമയം ഞങ്ങൾ ഇവിടെ ചെലവാക്കി ബദരീങ്ങളുടെ കുറിച്ചുള്ള മദ്ഹ് ഞങ്ങൾ കേട്ടു. ഈ സമയം ചെലവാക്കിയതിന്റെ പേരിൽ ആവശ്യമില്ലാതെ ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റൽ വരാന്തകളിലും കയറിയിറങ്ങുന്ന സാഹചര്യങ്ങളെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെയും
ഞങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. അനാവശ്യമായി സമയം ചെലവാക്കുന്നതിനെ തൊട്ട് അല്ലാഹ് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മഗ്ഫിറത്തിന്റെ പത്രം ഞങ്ങൾക്ക് നീ പാപങ്ങളെല്ലാം പുറത്തു നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനത്തിനെ സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അവർക്കെല്ലാം നീ വലിയ വലിയ പ്രതിഫലം നൽകണം റഹ്മാനേ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, എന്തെല്ലാം മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ നമ്മുടെ സ്ഥാപനത്തിനെ അവർ സഹായിക്കുന്നത്, അല്ലാഹ് ആ ഹലാലായ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനേ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിൽ കരിമണ്ണൂറുള്ള സുഹറ ഉമ്മയുടെ മകൻ അവര് ഒരു സഹായം നൽകിയിട്ടുണ്ട്. തന്റെ മകന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകാൻ അല്ലാഹുവേ ആ സംഭാവന നീ കബൂലാക്കണം റഹ്മാനേ. ആ മകന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ആ ഉമ്മയുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നീ സഫലീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളിൽ അവരുടെയും ഞങ്ങളുടെയും മക്കളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അവരെ ഏതെല്ലാം ലക്ഷ്യം വെച്ചാട്ടാണോ ഞങ്ങളുടെ സ്ഥാപനത്തിനെ സഹായിച്ചത്, അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനേ. അങ്ങനെ നോമ്പുതുറയിലേക്കും മറ്റും ഞങ്ങളുടെ സ്ഥാപനത്തിന് മാംസമായും പച്ചക്കറിയായും പൈസയായും എല്ലാം ഞങ്ങളുടെ സ്ഥാപനത്തിനെ സഹായിക്കുന്നവരുണ്ട്. അവരെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ. പരിശുദ്ധമായ റമദാനിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് നീ നൽകണേ റഹ്മാനേ. اللهم اجعل هذا الشهر العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا من الديون والمظالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين بفضلي. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. إن شاء الله ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ 100 ഇസ്തിഗ്ഫാർ എല്ലാവരും ചെല്ലണം. ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ബദരീങ്ങളുടെ പേര് നമ്മൾ ഉരുവിടണം. അതോടൊപ്പം അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ പേരും നമുക്ക് ഉരുവിടാൻ സാധിക്കണം. അല്ലാഹു യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.